ഹായ്, എല്ലാവർക്കും ഡ്രീമേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ നാളെ ഒരു യാത്ര പോവാണ്, ചെന്നൈയിലേക്കാണ് പോകുന്നത്. അപ്പം അതിനു വേണ്ടി ഞാൻ എന്താ ഇവിടെ പാക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഈവനിങ് ആണ് നമ്മൾ പോകുന്നത്, പക്ഷേ രാവിലെ ഹറിബറി ആയിരിക്കും, ഒന്നിനും പാക്കിങ്ങിനൊന്നും നേരം കിട്ടത്തില്ല. അപ്പോൾ ഇന്നേ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കാനായിട്ട് പോവാണ്. ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പോകുന്നത്. നമ്മൾ ഇടുക്കിക്കാരി ആയതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര നമുക്ക് വളരെ ചുരുങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നാളത്തെ യാത്ര വിവരങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. വൈകുന്നേരം 6:30-ക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ് വരുന്നത്. കന്യാകുമാരി എക്സ്പോ എന്നാണ് ട്രെയിനിൻ്റെ പേര്. നാളെ രാവിലെ 6:30 ആകുമ്പോഴത്തേക്കാണ് ചെന്നൈയിൽ ട്രെയിൻ എത്തുക. കറക്റ്റ് ഒരു 12 മണിക്കൂർ യാത്ര ഇവിടുന്ന് നാഗർകോവിലിൽ നിന്ന് ഉണ്ട്. ട്രെയിനിൽ കയറി AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അവിടെ വലിയ സ്ക്രീൻ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിച്ചു. 6:30 തന്നെ നമ്മൾ ചെന്നൈയിലെത്തി. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണത്. പിന്നീട് ഒരു ഓട്ടോയ്ക്കാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അന്ന് വൈകുന്നേരം നമ്മൾ ചെന്നൈ മറീന ബീച്ചിൽ പോയി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ബീച്ചാണ് മറീന ബീച്ച്. ലോകത്തിലെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ബീച്ചുമാണ്. കുറച്ചധികം നേരം ഞങ്ങൾ മറീന ബീച്ചിൽ സമയം ചെലവഴിച്ചു. വളരെ രസകരമായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അവർ നന്നായി എൻജോയ് ചെയ്തു. ആൾക്കാർക്കൊക്കെ വളരെ ബിസി ആയിട്ടുള്ള സിറ്റി ആയതുകൊണ്ട് തന്നെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്, ഒന്ന് റിലാക്സ് ആവാനായിട്ടൊക്കെ ആൾക്കാർ മിക്കവാറും ഇവിടേക്ക് വരാറുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു. കുട്ടികൾക്ക് കളിക്കാനൊക്കെ പ്രത്യേക സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗിൽ കാണാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലവ് യു ഓൾ.